ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് SCERT ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്ലാസ്സും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്താലോ? അതായത് ഓരോ ടെക്സ്റ്റിലെയും ചാപ്റ്റർ വൈസ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം എടുത്തുകൊണ്ടിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളാണ്. അതായത് ഒരു ടെക്സ്റ്റ് എടുത്തിട്ട് അത് ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ എക്സാമിന് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാകും. ആ കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളുമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? സോ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിൻ്റെ ബേസിക് സയൻസ് ഫസ്റ്റ് ചാപ്റ്ററാണ്. ആഹാരത്തിലൂടെ ആരോഗ്യം. ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്ന ആഹാരമാണ്. അതിൽ ആഹാരത്തിലൂടെ നമുക്ക് കിട്ടുന്ന കുറച്ച് പോഷക ഘടകങ്ങളുണ്ട്. അതായത് നമ്മുടെ ശരീര വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് പോഷകങ്ങൾ. അത് നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നമ്മൾ ആഹാരം കഴിക്കുന്നതിലൂടെ. ഇനി നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, അതുപോലെ കൊഴുപ്പ്, വിറ്റമിൻസ്, ധാതുക്കൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇതാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുമുണ്ട്. ഏതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്, അല്ലെങ്കിൽ ഏതൊക്കെ വിറ്റമിൻസ് ഏതൊക്കെയാണ്, വിറ്റമിൻസ് കൊണ്ടുള്ള വിറ്റമിൻസിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ നമുക്ക് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ടെക്സ്റ്റിൽ നിന്നാണ് മെയിനായിട്ട് SCERT ടെക്സ്റ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് വരുന്നത്. ഇനി കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രധാനമായും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഊർജം, നമുക്കൊരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഊർജം വേണമല്ലോ. ആ ഊർജം ലഭിക്കുന്നത് പ്രധാനമായിട്ട് എവിടെ നിന്നാണ്? കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. ഈ കാർബോഹൈഡ്രേറ്റ് ഏതൊക്കെ രൂപങ്ങളിലാണ് നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നിങ്ങനെ വിവിധ രൂപങ്ങളിലാണ് കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നത്. അതുപോലെ ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? അന്നജമാണ്. അന്നജം എന്ന് പറയുന്നത് എന്താണ്? ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റിൽ നിന്ന് എന്താണ് നമുക്ക് ലഭിക്കുന്നത്? നമുക്ക് ആവശ്യമായിട്ടുള്ള ഊർജം, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനും ആവശ്യമായിട്ടുള്ള പോഷക ഘടകമായ കാർബോഹൈഡ്രേറ്റ് ലഭിക്കുന്നു. എവിടെ നിന്നാണ്? ഈ ഒരു അന്നജത്തിൽ നിന്ന്. അടുത്ത പോയിന്റ് പറയുന്നത് നമ്മുടെ പ്രോട്ടീനെ കുറിച്ചാണ്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് എന്ത്? പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമ്മുടെ പേശികൾ, അല്ലെങ്കിൽ തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ എന്താണ്? അത്യാവശ്യമാണ്. കൂടാതെ പ്രോട്ടീനും നമുക്ക് എന്ത് തരുന്നുണ്ട്? ഊർജം പ്രദാനം ചെയ്യുന്നുണ്ട്. പ്രോട്ടീന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതൊക്കെയാണ്? ക്വാഷിയോർക്കർ, അല്ലെങ്കിൽ മരാസ്മരസ് എന്നീ രോഗങ്ങളാണ് എന്ത്? പ്രോട്ടീന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത്. ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പിനെ കുറിച്ചാണ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവയെ പോലെ കൊഴുപ്പും നമുക്ക് ആവശ്യമാണ്. ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? കൊഴുപ്പിൽ നിന്നാണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരേ അളവിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കൊഴുപ്പും എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നായിരിക്കും. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് വിറ്റമിൻസ്. വിറ്റമിൻസ് എന്നാണ് നമുക്ക് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. വിറ്റമിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീര വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങളാണ് ഏത്? വിറ്റമിൻസ്. അല്ലെങ്കിൽ വിറ്റമിൻസിന്റെ കുറവ് മൂലം എന്താണ്? നമുക്ക് ഒരുപാട് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ രോഗങ്ങളോ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും നമുക്ക് എക്സാംസിന് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ വിറ്റമിൻസിൻ്റെയും ഇമ്പോർട്ടൻസ് നോക്കാം. വിറ്റമിൻ എ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തിൻ്റെയൊക്കെ ആരോഗ്യം സംരക്ഷിക്കാം? കണ്ണ്, ത്വക്ക്, തലമുടി, ഇതിൻ്റെയൊക്കെ ആരോഗ്യത്തിന് എന്താവശ്യമാണ്? വിറ്റമിൻ എ ആവശ്യമാണ്. അതുപോലെ നമ്മുടെ തലച്ചോറിൻ്റെയും നാഡികളുടെയും ഹൃദയത്തിൻ്റെയും ത്വക്കിൻ്റെയും ആരോഗ്യത്തിന് വിറ്റമിൻ ബി അത്യാവശ്യമാണ്. അതുപോലെ പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വിറ്റമിൻ സി ആവശ്യമാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വിറ്റമിൻ ഡി ആവശ്യമാണ്. അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി എന്തൊക്കെയാണ്? വിറ്റമിൻ ഡിയും അതുപോലെ വിറ്റമിൻ സിയും നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ത്വക്ക്, അതായത് വിറ്റമിൻ എയും വിറ്റമിൻ ബിയും നമുക്ക് എന്തിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്? ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ഇവ രണ്ടും അത്യാവശ്യമാണ്. ഇനി നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് എന്ത് അത്യാവശ്യമാണ്? വിറ്റമിൻ
ഇ അത്യാവശ്യമാണ്. അതുപോലെ മുറിവുണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ രക്തം കട്ട പിടിക്കാൻ, അതായത് ഒരുപാട് ബ്ലഡ് ലോസ് ഉണ്ടാവാതെ പെട്ടെന്ന് രക്തം കട്ട പിടിച്ച് ആ ഒരു മുറിവ് മാറാൻ വേണ്ടിയിട്ട് വിറ്റമിൻ കെ അത്യാവശ്യമാണ്. ഇനി അതുപോലെ തന്നെ വിറ്റമിൻ ബിയും ബി കോംപ്ലക്സും വിറ്റമിൻ ഡിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റമിനാണ് ഏത്? വിറ്റമിൻ ഡി എന്ന് പറയുന്നത്. ചെറിയ അളവിൽ മാത്രമേ ഭക്ഷണത്തിൽ നിന്ന് എന്ത് നമുക്ക് ലഭിക്കുന്നുള്ളൂ? വിറ്റമിൻ ഡി ലഭിക്കുന്നുള്ളൂ. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും അതുപോലെ രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു വിറ്റമിനാണ് ഏത്? വിറ്റമിൻ ഡി എന്ന് പറയുന്നത്. വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഏത്? കണ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എല്ലുകൾ ദുർബലമാവുകയോ മൃദുലമായി മാറുന്ന അവസ്ഥയാണ് ഏത്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ് കുട്ടികളെ നമ്മൾ എന്താണ് ഈ വെയിലത്ത് കൊണ്ടുവെക്കാറുണ്ടല്ലോ, സൂര്യപ്രകാശം അല്ലെങ്കിൽ വിറ്റമിൻ ഡി ലഭിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വിറ്റമിൻ ബി എന്ന് പറയുന്നത്. അതായത് ഒരു കൂട്ടം വിറ്റമിനുകളുടെ കൂട്ടമാണ് എന്ത്? വിറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. 8 തരം വിറ്റമിനുകളാണ് ആ കൂട്ടത്തിലുള്ളത്. അതായത് നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വിറ്റമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, അതുപോലെ കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം എന്ത് അത്യാവശ്യമാണ്? ബി കോംപ്ലക്സ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഈ ഓരോ വിറ്റമിൻസും ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. വിറ്റമിൻ എ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? മത്സ്യം, ക്യാരറ്റ്. അതായത് നമുക്ക് മത്സ്യം കഴിക്കുന്നതിലൂടെ വിറ്റമിൻ ഡിയും ലഭിക്കുന്നുണ്ട്, അതുപോലെ വിറ്റമിൻ എയും ലഭിക്കുന്നുണ്ട്. അടുത്തത് മട്ടയരി, ചീര എന്നിവയിലൂടെ നമുക്ക് വിറ്റമിൻ ബി ലഭിക്കുന്നുണ്ട്. അതുപോലെ പുളിയുള്ള ആഹാരങ്ങൾ, നെല്ലിക്ക, നാരങ്ങ എന്നിങ്ങനെയുള്ള ഫുഡ് ഐറ്റംസിൽ നിന്ന് നമുക്ക് വിറ്റമിൻ സി ലഭിക്കുന്നുണ്ട്. ഇനി നിലക്കടല, ബദാം ഇതിൽ നിന്ന് നമുക്ക് വിറ്റമിൻ ഇയും, ക്യാബേജ്, കോളിഫ്ലവർ ഇങ്ങനെയുള്ള വെജിറ്റബിൾസിൽ നിന്ന് നമുക്ക് വിറ്റമിൻ കെയും ലഭിക്കുന്നുണ്ട്. അതുപോലെ വിറ്റമിൻ ബിയും സിയും വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റമിനുകളാണ്. അതായതൊക്കെയാണ് വിറ്റമിൻ ബിയും സിയും ജലത്തിൽ, വിറ്റമിൻ ബിയും സിയും ജലത്തിലും. വിറ്റമിൻ എ, ഡി, ഇ, കെ എന്നീ വിറ്റമിനുകൾ കൊഴുപ്പിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ലയിക്കുകയുള്ളൂ. അപ്പോൾ കൊഴുപ്പിൻ്റെ അഭാവത്തിൽ എന്ത് ചെയ്യും? ഈ വിറ്റമിനുകൾ എന്ത് ചെയ്യും? ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്? ഭക്ഷണത്തിൽ കൊഴുപ്പിൻ്റെ ആവശ്യം എന്താണ്? കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. ഏതൊക്കെയാണ്? വിറ്റമിൻ എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പിലും വിറ്റമിൻ ബി, സി ജലത്തിൽ, ബി സി ജലത്തിൽ, അടക്ക് കൊഴുപ്പിൽ അടങ്ങും അങ്ങനെ ചിന്തിക്കാം. അടക്ക്, കൊഴുപ്പിൽ അടക്ക് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കോഡ് പോലെ എന്ത് ചെയ്യാം? ജലത്തിൽ ലയിക്കുന്നതും അല്ലെങ്കിൽ കൊഴുപ്പിൽ ലയിക്കുന്നതും ഏതൊക്കെ വിറ്റമിൻസ് ആണെന്ന് പഠിക്കാൻ പറ്റും. ആവശ്യമായിട്ടുള്ള പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അയൺ, അതുപോലെ കാൽസ്യം, അയഡിൻ. ഇനി അയൺ ഏതൊക്കെ ആഹാര പദാർത്ഥങ്ങളിലൂടെയാണ് ലഭിക്കുന്നത്? ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ എന്നിവയിലൂടെയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? അയൺ ലഭിക്കുന്നത്. ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ എന്നിവയിലൂടെ നമുക്ക് അയൺ ലഭിക്കുന്നത്. ഇരുമ്പ്, ഈ ഇരുമ്പ് അല്ലെങ്കിൽ അയൺ നമ്മുടെ ശരീരത്തിൽ വേണ്ടതിന്റെ അത്യാവശ്യം എന്താണ്? രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന ആരാണ്? അയണാണ്. അപ്പൊ നമുക്ക് എന്ത് അത്യാവശ്യമാണ്? അയൺ അത്യാവശ്യമാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആരാണ്? അയൺ. അതുപോലെ കാൽസ്യം, മുട്ട, പാൽ, ഇലക്കറികൾ, മത്സ്യം. ഈ മത്സ്യം നമ്മൾ നോട്ട് ചെയ്തില്ലായിരുന്നു മുന്നേ. അതായത് നമ്മൾ വിറ്റമിൻസ് ലഭിക്കുന്നതും അതുപോലെ ധാതുക്കൾ ലഭിക്കുന്നതിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്ത്? മത്സ്യം എന്ന് പറയുന്നത്. ഇപ്പൊ മുട്ട, പാൽ, ഇലക്കറികൾ. അതുപോലെ ഇവിടെ ഇലക്കറികൾ കഴിക്കുന്നതിലൂടെ എന്തൊക്കെയാണ്? അയൺ ലഭിക്കുന്നുണ്ട്, നമുക്ക് കാൽസ്യവും ലഭിക്കുന്നുണ്ട്. അപ്പൊ കാൽസ്യത്തിന്റെ ആവശ്യം എന്താണ്? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിനും സഹായിക്കുന്നു. നമ്മുടെ വിറ്റമിൻ ഡി ഉണ്ടെങ്കിലാണ് എന്ത്? കാൽസ്യത്തിന്റെ ആഗിരണത്തിന് സഹായിക്കുന്നത്. അപ്പം അത് കണക്റ്റഡ് ആണ്. ഡി ഉണ്ടെങ്കിൽ എന്താണ്? പല്ലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യത്തിന് അത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കാൽസ്യം എന്താണ്? നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കാനും നമുക്ക് എന്താവശ്യമാണ്? കാൽസ്യം അത്യാവശ്യമാണ്. ഇനി അടുത്തത് അയഡിൻ. കടൽ വിഭവങ്ങളിൽ നിന്നാണ് എന്ത് നമുക്ക് ലഭിക്കുന്നത്? അയഡിൻ ലഭിക്കുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നതാണ് എന്ത്? അയഡിൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ലഭിക്കുന്നത് കടൽ വിഭവങ്ങളിൽ നിന്നാണ്. ഇനി ചുവന്ന രക്താണുക്കളിൽ, അതായത് റെഡ് ബ്ലഡ് സെൽസിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അതായത് ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് എന്ത്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്.
ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. അതുപോലെ തന്നെ രക്തത്തിലെ ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ആരാണ്? ഹീമോഗ്ലോബിനാണ്. രക്തത്തിലെ ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അതുപോലെ അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ആരാണ്? ഹീമോഗ്ലോബിനാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്ത്? അനീമിയ, അതായത് വിളർച്ച ഉണ്ടാകുന്നു. വിറ്റമിൻ എയുടെ കുറവ് മൂലം നിശാന്തത, അതായത് കണ്ണിന് കാഴ്ച കുറയാനുള്ള അവസ്ഥ. വിറ്റമിൻ ബി മൂലം ഏതാണ്? ഗ്ലോസ്റ്റിസ്, നാവ് വീക്കവും നാവിലെ തൊലി ഇളകി പോകുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ വായ്പുണ്ണെന്ന് പറയും. വിറ്റമിൻ ബി മൂലം ഉണ്ടാകുന്നത്. വിറ്റമിൻ എ ഏതാണ്? നിശാന്തത. വിറ്റാമിൻ ബി എന്ന് പറയുമ്പോൾ വായ്പുണ്ണ്. വിറ്റമിൻ സി ആണെങ്കിൽ മോണയിൽ നിന്നുള്ള രക്തസ്രാവം അല്ലെങ്കിൽ സ്കർവി. സി സ്കർവി, സി സ്കർവി, അങ്ങനെ നമുക്ക് പഠിച്ചു വെക്കാം. ഒരു കോഡ് പോലെ അല്ലെങ്കിൽ എളുപ്പത്തിന് പറയുമ്പോൾ ആ ഒരു ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് വിറ്റമിൻ സി പോലെ ഉണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏതാണെന്ന് നമുക്ക് ചോദിച്ചാൽ വിറ്റമിൻ സി സ്കർവി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ ഒരു ടോണിൽ നമുക്ക് കിട്ടാൻ വേണ്ടി. അതുപോലെ വിറ്റമിൻ ഡി നമ്മൾ മുന്നേ പറഞ്ഞു കണ, അതായത് കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അതായത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനാണല്ലോ നമുക്ക് വിറ്റമിൻ ഡി വേണ്ടത്. അപ്പൊ അതിന്റെ ആരോഗ്യം കുറയുകയാണെങ്കിൽ ദേ ഈ ഒരു അവസ്ഥയിൽ എന്താവും? നമ്മുടെ കാലിങ്ങനെ കുട്ടികളുടെ വളഞ്ഞു കാണുന്ന ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതിന് പറയുന്നതാണ് എന്ത്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നിശാന്തത എന്ന് പറഞ്ഞാല് ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് എന്ത്? നിശാന്തത. ഈ നിശാന്തതയുള്ള വ്യക്തികൾക്ക് രാത്രിയിലും അല്ലെങ്കിൽ പകലും രാത്രിയിലും നല്ല വെളിച്ചമാണെങ്കിൽ ഇപ്പൊ ലൈറ്റൊക്കെ നല്ല ലൈറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്താണ്? കാഴ്ചക്കുറവൊന്നുമില്ല. പക്ഷെ ഇരുട്ടാണെങ്കിൽ എന്താ? നമുക്ക് തീരെ കാണാൻ പറ്റില്ല. നല്ല നോർമലി ഒരാൾക്കാണെങ്കിൽ അത്യാവശ്യമൊക്കെ ഒന്ന് കാണാം, ഇരുട്ടൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം? കാണാൻ പറ്റും. ഇത് നൈറ്റ് ബ്ലൈൻഡ്സ്. ഇത് ഫുള്ളായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കാഴ്ച ഉണ്ടാവത്തില്ല. നമ്മളിപ്പോ വിറ്റമിൻസ് മൂലമുള്ള അപര്യാപ്തത രോഗങ്ങൾ നോക്കി. അതുപോലെ ധാതുക്കൾ കുറയുന്നത് മൂലമുള്ള അപര്യാപ്തത രോഗങ്ങൾ. അയൺ കുറയുകയാണെങ്കിൽ എന്താണ്? അനീമിയ അല്ലെങ്കിൽ വിളർച്ച. അയഡിൻ എന്ന് പറഞ്ഞാൽ ഗോയിറ്ററി, ഈ തൊണ്ടയിൽ ഇങ്ങനെ തെള്ളിങ്ങനെ വരില്ലേ ഒരു മുഴ പോലെ, അതാണ് അയഡിന്റെ കുറവ് മൂലം ഗോയിറ്റർ, അതാണ് നമുക്ക് ഉണ്ടാവുന്ന രോഗം. അതുപോലെ കാൽസ്യം കുറഞ്ഞാണെങ്കിൽ ഓസ്റ്റിയോ പെറോസിസ്, കാൽസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഓസ്റ്റിയോ പെറോസിസ്. എന്താണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാല്? അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഏത്? ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയമാണ്. എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് എന്ത് ചെയ്യുന്നു? ഇത് കാരണമാണ്. എന്ത് മൂലമാണ് നമുക്ക്? ഏത് വിറ്റമിന്റെ കുറവ് മൂലമാണ്? സോറി, വിറ്റമിൻ അല്ല, ധാതുക്കളാണ്. അതായത് കാൽസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് എന്ത്? ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. അതായത് എല്ലുകളുടെ ബലക്ഷയം അല്ലെങ്കിൽ പൊട്ടൽ എന്നിവയ്ക്കാണ് ഏത്? ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. ഇനി ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിന്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ അല്ലെങ്കിൽ തൊണ്ടമുഴ എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപാദനത്തിന് എന്താവശ്യമാണ്? അയഡിൻ അത്യാവശ്യമാണ്. അപ്പൊ അത് കുറയുന്നത് മൂലമാണ് എന്ത്? ഈ തൊണ്ടയിൽ ഇങ്ങനെ അല്ലെങ്കിൽ സിമ്പിൾ ഗോയിറ്റർ പോലെ ഉണ്ടാകുന്നത്. ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതായിട്ടുള്ള സെല്ലുലോസ് ആണ് എന്ത്? നാരുകൾ എന്ന് പറയുന്നത്. നാരുകൾ ഒരു പോഷക ഘടകമല്ല, എങ്കിലും ദഹനം, അതുപോലെ വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവയെ സുഗമമാക്കുന്നതിന് എന്താണ്? നാരുകൾ ആവശ്യമാണ്. ഈ നാരുകൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ കൂമ്പ് അല്ലെങ്കിൽ വാഴപ്പിണ്ടി എന്നിവയിലൊക്കെ എന്താണ്? ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ആണ് ഏത്? കലോറി എന്ന് പറയുന്നത്. ശ്വസനം, രക്തചംക്രമണം, ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് എന്താവശ്യമാണ്? ഇങ്ങനെയുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഊർജം അത്യാവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം ശരാശരി 1900 മുതൽ 2400 കലോറി ഊർജം വരെ ആവശ്യമാണ്. അതുപോലെ തന്നെ ശാരീരിക അധ്വാനമുള്ള ഒരു സ്ത്രീക്കാണെങ്കിൽ പ്രതിദിനം ശരാശരി 1600 മുതൽ 2000 വരെ കലോറി ആവശ്യമാണ്. അതുപോലെ ഒരു മുതിർന്ന കുട്ടിക്കാണെങ്കിൽ പ്രതിദിനം ശരാശരി 1200 മുതൽ 1400 കലോറി വരെ എന്താണ്? ഊർജം ആവശ്യമാണ്. അപ്പം നമ്മുടെ ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനാണ് എന്ത്? ഊർജം അത്യാവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്ക്, പുരുഷന്, അതുപോലെ കുട്ടികൾക്കും ഓരോ ആളുകൾക്കും പ്രതിദിനം എത്ര അല്ലെങ്കിൽ ശരാശരി ഇത്ര കലോറി എന്താണ്?
ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഒരു ആഹാരത്തിലൂടെ ആരോഗ്യം എന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ എന്ത് ചെയ്തു? ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് വരാം.